സെമിമകത്തി ഇർഫാനകത്തി ബംഗാരം നമ്മളതിനിപ്പോ എങ്ങോട്ടാ പോകുന്നത് തലപ്പറമ്പ് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡ്രൈവർ ആന്ത്രോസാണ് മൂന്നാമത്തെ ദിവസം കുറെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം അല്ലേ. മൂന്നാമത്തെ സീരീസ് അല്ലേ മൂന്നാമത്തെ വീഡിയോ. തന്റെ പേരെന്താ? റഫീഖ്. റഫീഖൊക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷ കേരളത്തിനെത്തിച്ചാ ഇത് എങ്ങനെയാ കൊണ്ടിരുത്ത്? പത്തേമാരി പോലത്തെ. അപ്പൊ നിങ്ങൾക്ക് ഇതില്ലേ ഇപ്രാവശ്യം വോട്ടിലാര് ജയിക്കല്? ഫൈസൽ മൂത്തോനല്ലേ? കറണ്ട് എം പി തന്നെ. ഇവിടുത്തെ അവരൊക്കെ അയാൾക്ക് സപ്പോർട്ട് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം സിപിഐന്റെ വോട്ടെല്ലാം ഫൈസൽ മൂത്തോനല്ലേ? പവർ ശരത് പവാറിന്റെ പാർട്ടി അല്ലേ? ശരത് പവാറിന്റെ അബ്ദുള്ള സയ്യിദോ സാധ്യത കുറവാണ്. നല്ല ആള് തോന്നല്ലേ? അയാൾ നല്ല കെറ്റാ പൊസിഷനാണ്. എല്ലാവരും കൂട്ടി ചോദിക്കുകയില്ല. സമസ്തന്റെ മദ്രസയാണ്. നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് അപ്പം ടാക്സ് കുറവാണ് കൂടുതലാണ്. എങ്ങനെ ഈ ചരക്കിൽ കൊണ്ടുവരുമ്പോ പാസഞ്ചറോട്ടാ? അല്ലല്ല, ഇത് കൊണ്ടുവരുമ്പോ കേരളത്തിൽ നിന്ന് ഒരു 10,000 രൂപ കൊടുക്കണം. വണ്ടി ചാർജ് എവിടെ? മഞ്ചൂർ. കപ്പലിന് ഇല്ല, കപ്പലില്ല മഞ്ചൂർ. കപ്പലില്ല, കൂടുതലില്ല, കുറവാണ്. എന്താന്ന് പറയാനുണ്ട്? അല്ല ദീപ വെള്ളാരെ കണ്ടുള്ള കടലിന്റെ അടിയിലെ കാഴ്ചകൾ കാണാം. അതെ അതെ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വെയിറ്റിംഗ് സംഭവത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെ കുറേ കാലത്തെ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നത്തെ 8 ദിവസത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. പോലീസ് അതൊന്നും പ്രശ്നമില്ല. പറയാമോ? ശരി. പോലീസ് എന്ന് വെച്ചാൽ ഇത് തന്നെ. രാവിലെ എണീച്ച് വരാം, കടലിൻ്റെ അടുത്ത് ഇരിക്കുക, കടലിൽ നോക്കുക, സമാധാനത്തോടെ ഇരിക്കുക. മുത്താറല്ലേ? മുത്താറിന് സമാധാനക്കുറവുണ്ട്. മുത്താറിൻ്റെ ഫോൺ ഇന്ന് രാത്രി ശരിയാവും. അവിടെയൊക്കെ നടക്കുന്ന സ്കൂബ ഡൈവിങ്ങാണ്. അടിപൊളി അടിപൊളി അടിപൊളി. രസമുണ്ടല്ലോ, തണല് കിട്ടിയ അടിപൊളിയാണല്ലേ? അടിപൊളി. ചൂടുണ്ടാവുമ്പോ ചെറിയൊരു മൂഡ് പോക്കലുണ്ട്. ഇവിടെ എല്ലാ സ്റ്റേക്കും AC റൂം ഉണ്ടല്ലേ? AC റൂമിന് എത്ര ചാർജ്? 1500 മുതൽ 2000 വരെ റേഞ്ച് കാര്യങ്ങളൊന്നും വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. ആൾക്കാരില്ല, തിരക്കില്ല, റഷില്ല. നമ്മൾ മാത്രം കണ്ടിരിക്കുക.
എൻജോയ് ചെയ്യാം, സംസാരിക്കാം. അടിപൊളി അടിപൊളി സ്ഥലം. കണ്ണുകൊണ്ട് കാണേണ്ടതാണ് കേട്ടോ കടൽ. ഇത് എത്ര നിങ്ങൾക്ക് കാണിച്ചാലും ഇതിൻ്റെ ക്ലിയറും വിശാലതയൊന്നും മനസ്സിലാവില്ല. അതായത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെൻഡ് ചെയ്ത്, അതാണ് ടീമായിട്ട് നമ്മളെ ഡീറ്റെയിൽസ്, സാധനങ്ങളും പാക്കേജ് റേറ്റ് അതാ നല്ല ഉണ്ട് കാണാൻ. നിങ്ങളാ നമ്പർ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ വിളിച്ചത്. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞ ഇവിടെ തന്നെ ആട് സ്പോട്ട്. ഞാൻ കണ്ട്, ഞാൻ ബൈക്കിൽ കണ്ട്. നാളെ രാവിലെ Finally, we are going. Muyo. Okay, come on. Here we go. Oh. Let's go, guys. Guys, go up. കേറിക്കോ. ബൈ അവിടെ സ്ലിപ്പ് ആവരുത്, കേറിക്കോ, സ്ലിപ്പ് ആവരുത്, അതാ പറയുന്നത്. അവിടെ ഇറക്കിട്ട് വന്നു. ആയക്കടലിലേക്ക് പോകുന്നത്. ആയക്കടലിൽ നിന്ന് സ്കൂബ ഹോസ്റ്റ് ചെയ്യുന്നൊരു എല്ലാവരും ഉണ്ട്. ലക്ഷദ്വീപിലെ മെയിൻ സ്കൂബ ഡൈവിംഗ് ഫസ്റ്റ് വർക്ക് ചെയ്ത ജർമ്മൻ സാഹിബാണ്. 2004 to 2010. 2010 to ഓൾസോ ഓൺ ഡൈസൺ. നിങ്ങൾ തന്നെ ഇതിപ്പോൾ നിങ്ങൾ തന്നെ 2004 മുതൽ 2007 വരെ ജർമ്മൻ സാഹിബ് ഉണ്ടായിരുന്നു അവരെ കൂടെ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് ഇതായിരുന്നു, ബുദ്ധിമുട്ടല്ലേ, കൾച്ചർ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. ഇപ്പോൾ എല്ലാവരും ഫീൽഡിലോട്ട് 2017 ശേഷമാണ് അടിപൊളി മറ്റുള്ള ഡൈസറിലൊക്കെ വന്നത്. യൂട്യൂബറല്ല, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റയില്. ആ നീ ബന്ധയിലേക്കാ വിളിക്കുന്നത്. കസ്റ്റമർ പറയാൻ വിളിക്കുന്നില്ല. സിലിണ്ടർ, അലൂമിനിയം സിലിണ്ടർ ഇതില് ടാങ്ക് ഓണായി കഴിഞ്ഞാൽ നമുക്ക് കാണും. ഈ നീഡിൽ വന്ന് ഇവിടെ വന്ന് 200 ബാർ ഉണ്ടാവും. നമ്മൾ ബ്രീത്തിങ് എത്ര ചെയ്യുന്നു അതിനനുസരിച്ച് എയർ അത് കാണിക്കാനുള്ളതാണ്. ഇത് ECD എന്നാണ് പറയുന്നത്. ECD ഇത് മീൻസ് ബോയൻസി കൺട്രോൾ ഡിവൈസ്. ഇവിടെ ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിക്കില്ലേ, അതെ അതെ, വെള്ളത്തിന് മുകളിൽ മുങ്ങി കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ വെള്ളത്തിന് അടിയിലും മുകളിലും വെള്ളത്തിന്
സോൾട്ട് വാട്ടർ എന്താണ് നമ്മൾ അടിയിൽ ബോയൻസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. താഴെ മുകളിൽ പോകാൻ മനസ്സായി മീനകത്തോട്ട് ഇതിൽ ഇതാണോ ടാങ്ക് ഓണായി കഴിഞ്ഞാൽ പൊന്തും മേലേക്ക് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ കൂടെ അയാള് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതാണ് അതിലേക്കാണ് പറയുന്നത്. ഈ ഏരിയയിലെ പോക്ക് പീസ് എന്ന് പറയും. പോക്ക് പീസിൽ ഈ രണ്ട് ഭാഗം കണ്ടോ, ഇത് പല്ലുകൊണ്ട് മുകളിലും താഴെയായിട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇവിടെ മാത്രം ഈ രണ്ട് സൈഡ് എന്നിട്ട് എന്ത് ചെയ്യാം, ക്ലിപ്സ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് പിടിക്കാം. വാഷ് ചെയ്യും. എന്നിട്ട് വായിക്കൂടാന്ന് ശ്വാസം എടുക്കാം, വായിക്കൂടാന്ന് വിടാം. പതുക്കെ എടുത്തിട്ട് പതുക്കെ വിട്ടാൽ മതി. ഓക്കെ, മോനെ വെള്ളത്തിൽ ക്ലിയർ നോക്കിയാ അതാ എയർപോർട്ട് അതാ മാസ്ക് എന്നൊക്കെ പറയും, ഡൈ മാസ്ക്. കണ്ണിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല. വായിലൂടെ ഞാൻ പറഞ്ഞു വായിക്കൂടെ ശ്വാസം എടുത്തിട്ട് വായിക്കൂടെ ഒന്ന് വിടാം. ഇത് മൂക്ക് ഉപയോഗിക്കാണ്ടിരിക്കാം മാക്സിമം. മൂക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്ക് ഇതിന്റെ സൈഡ് ഇങ്ങനെ ഇതാവും, അനങ്ങാൻ ചാൻസ് ഉണ്ട്. വെള്ളം കയറിയാൽ ഈ മാസ്ക് പോകാൻ ചാൻസ് ഉണ്ട്. കത്തരിച്ചിലൊക്കെ ഉണ്ടാവും. വലിയ ഇതൊന്നും ഇല്ല, അത് വെച്ച് കഴിഞ്ഞാലും റെഡിയാവും. ഇപ്പൊ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടി ഹാൻഡ് സിഗ്നൽസ് ഉണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി. കൂടെ ആളുണ്ടാവുമല്ലോ, അയാളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഹാൻഡ് സിഗ്നൽസ്. ഇത് ഓക്കെ എന്ന് പറഞ്ഞ സിഗ്നൽ. കൂടെയുള്ള ആളുകളുടെ ആറി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത് നോട്ട് ഓക്കെ. അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ വെള്ളം കയറിയോ അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും ഇതായോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ നോട്ട് ഓക്കെ. ഇത് ഈ വെള്ളത്തിനടിയിൽ പോകുന്ന സമയത്ത് ഈ ചെവിയിൽ ചെറിയ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പെയിൻ അല്ല, ചെറിയൊരു ബ്ലോക്ക് പോലും. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മളൊരു ചെയ്യുന്നത് അതിൻ്റെ പേരാണ് ഈക്വലൈസ് എന്ന് പറയും അതിന്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈ രണ്ട് കൈ കൊണ്ട് ഇല്ലേ ജസ്റ്റ് അങ്ങനെ പൊത്തി പിടിക്കുക, എന്നിട്ട് അകത്തോട്ട് പ്രഷർ കൊടുക്കുക. മൂക്ക് പൊത്തി പിടിച്ചിട്ട് സാധനം ചെവിയിലൊരു ഇത് വരുന്നില്ലേ, പ്രഷർ വരുന്നില്ലേ, അപ്പൊ അത് ക്ലിയർ ആയിക്കോട്ടെ. ഉള്ളിലേക്ക് വലി ഉള്ളിലേക്ക് നല്ലോട്ട് വലി ഉള്ളിലേക്ക് വലിക്ക്. എനിക്കുന്നല്ല, ജസ്റ്റ് മൂക്ക് പൊത്തി കവള് വീർപ്പിച്ചാണോ അത് പ്രശ്നമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക് ആവും. ഫ്ലൈറ്റിൽ ഇതാവുന്നില്ലേ. ഇതന്നല്ലേ ഫുള്ളകത്തി
അത് കൽപ്പിച്ചു അവർക്ക് ഡൈവ് അല്ല ഫോട്ടോസ് വീഡിയോസ് അതാണ് മസ്റ്റ്. അപ്പൊ ഓക്കെ തവക്കൽത്തു അലല്ലാഹ്. ഫുള്ളാടില്ല അല്ല ഹൂയിസ് ഫത്താഹ് എന്നിടാ. ഹൂയിസ് ഫത്താഹ് എന്നിട്ടാലാ ഉപ്പ പുളിക്ക് പോണ്ട. ലക്ഷദ്വീപ് മലയാളി. അകത്തിയില്ലടാ. അടിപൊളി കളർ നോക്ക്. നമ്മള് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നതാണ്. 4 ആക്കുണ്ടോ? ഒരു ടൈം എത്ര ആള്? 3 പേരാ. നമ്മള് 3 ആള്. അന്റെ അടുത്തല്ല അടുത്തരൂല. കൈവിട്ട് കാലിട്ട് അടിച്ചാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. കൊടുത്തു നീ കട്ടാക്കണ്ട. കട്ടാക്കൊന്നുമില്ല. യെസ് മൊത്തം അടിക്കും വെള്ളത്തിൽ ചായക്കൊണ്ടല്ലോ. നമ്മൾ നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക വിടുക, വേറെ ഒന്നും നമ്മൾ നോക്കണം. ഓക്കെ, ബ്രീത്ത് ചെയ്യുക. നമ്മൾ ഇരുന്നാലും വരൂല, ഇത് ഡിമാൻഡ് പ്രോബ്ലമാണ്. നമ്മൾ ഓക്സിജൻ പോലെ തന്നെ വായിക്കൂടി എടുക്കുക, കൂടി വിടുക, അതിൽ കൺ വിട്ടാൽ മതി. ഫാക്ടറി അയ്യോ ഓക്കെ അല്ലേ? അയ്യോ സീനം പോലെ ടയേർഡ്. മൂക്ക് കൈ ഒന്ന് ഹോൾഡ് പിടിച്ച് നിങ്ങൾ ഫ്ലോട്ട് ആയിരിക്കും. മൂക്ക് ഹോൾഡ് പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, താഴത്ത് നോക്കി അതേപോലെ തന്നെ നേരെ താഴത്ത് നോക്കി കാലിട്ടോ, കൈ പിടിച്ചോ, കാലിട്ട് നേരെ താഴത്ത് നോക്കി ലാഡർ മതി. ഇതൊന്നും കാണിക്കില്ല. അടിപൊളി എക്സ്പീരിയൻസ്. താഴെ പോയിട്ട് മേലേക്ക് വന്നു. താഴത്തെ വ്യൂ വേറെ കാണിച്ചതാ. പറടാ പത്താമത്താരാ തെരണ്ടി അല്ലേ? തെരണ്ടിനെ തിന്നാൻ വന്നില്ല എന്നെ. തെരണ്ടിനെ തിന്നാൻ വന്നില്ല. പാവം. തിമ്മിയെങ്കിലും ഉണ്ടായിനടാ. വെള്ളത്തിന്റെ കളറൊക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോ പേർക്ക് ഇത് അടുത്തെന്നല്ലേ. ഏകദേശം ഒരു ബിൽഡിങ്ങിന്റെ ആയോണ്ട് ഇത് നല്ല ആയോണ്ട് 9 കിലോമീറ്റർ എന്റെ പാന്റ് ഇതല്ല, എന്റെ പാന്റ് ഇത് മുനാസിർ ഇട്ട് ഏടല്ലോ ഒരു ചാടിയിട്ട് പോയിട്ട് എന്റെ പ്രശ്നം പറ മുത്താറ. നാട്ടാറ് അറിയട്ടെ എന്റെ പ്രശ്നം പറ.
മുത്താറിന്റെ പെണ്ണില്ലടാ. ഹാപ്പി ഹാപ്പി എല്ലാം മുതലായല്ലേ വന്നേ? ഇത്ര തന്നെ സെറ്റ്. ബന്ധപ്പെടാം. മുത്താറുണ്ട്, പത്താറുണ്ട്, ഞാനുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി അടിപൊളി. എടാ ഫോൺ കൊടുത്ത് എടാ. ഇതാണല്ലേ ശരിക്കും പോയിന്റ് നിങ്ങള്? ദ മെയിൻ മുബഷർ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്ക് ആ അത്ര തന്നെ അതന്നെ 3 ദിവസം ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാൻ छोटा वाला है कि बड़ा ही वाला? ये बाल नहीं होता। अंदो कंट्रोल कोयले आया अल्लाह ची भाई अल्लाह चले बेरे ने अली अकबर अकबर അടുത്ത ബീച്ചിന് അടുത്ത ഗോത്തിനാ ഉണ്ട് എടുക്കട്ടെ അടുത്തുള്ള ചായ കുടിക്കണം കാപ്പിയാണ് അവനെന്തെല്ലാം കുടിക്കല് പറ. ചില പ്രത്യേകത കാപ്പി മധുരില്ലാതെ കുടിച്ചാൽ കഴിച്ചിട്ട് എന്നിട്ട് ഡയലോഗ് കാപ്പി എന്നുള്ള പേര് വരാൻ തന്നെ കയ്പിന്റെ പാവും പാന്റെ പാവും. അല്ലടാ ഇവ വിത്തൗട്ടില്ലല്ലോ. എന്നിട്ട് ഇവ അവൽ മിൽക്ക് എന്താ? 2 പഴംപൊരി ഒരാവിൽ മിൽക്ക്. അല്ല 2 പഴംപൊരി വിത്തൗട്ട് ചായ. അത് പിന്നെ നേർച്ചക്കെല്ലാം പോയ ആൾക്കാർ പറയും, തൊണ്ടന്മാർ പറയും, ഒരു വിത്തൗട്ട് ചായയും 2 പഴംപൊരി. അതേപോലെ മിക്സ് ആക്കാൻ അളയ സ്റ്റൈലായി. ടച്ച് അവൽ മിൽക്ക് വിത്തൗട്ട് ഉണ്ടാവും. മുത്താറ് ഇത് കുടിച്ചോടാ. നമ്മളെ ലാസ്റ്റ് ദിവസത്തിന്റെ അവസാന ഭാഗങ്ങളാണ് പറയല. സ്റ്റാൻഡേർഡ് ആണ്. ഈ അവൽ മിൽക്കിന് കോസ്റ്റ് ഒരു 5 ഉറുപ്പ പോലും ഉണ്ടല്ലോ. കോസ്റ്റ് കൂടി പകുതി 5 ഉറുപ്പ 2.5 ഉറുപ്പ. അവൽ ഫ്രീ, അവൽ ഫ്രീ. 1 ഉറുപ്പന്നെ കടല യൂട്യൂബില് വരും കേട്ടോ. അത് ആരും കാണൂല. ചെല്ലിടാലോ എന്തിപ്പോ വന്നത് മനുഷ്യന്മാർക്ക് വരും പോലെ കടിച്ചു പിടിച്ചിട്ട് മനുഷ്യന് ഒരു ദിവസം 10 പണി. എങ്ങനെ പോയി ഉച്ചക്ക് ചോറിനൊക്കെ അവൽ മിൽക്ക് അടിച്ച് കയറ്റാൻ കുടിച്ചു നോക്കിയ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഇവനാ പറഞ്ഞ ഞാൻ പറഞ്ഞ കുടിക്കാണ്ട് നീ പോവില്ല. ഞാൻ കുടിച്ചു പോയി. ഇതാരാ എനിക്ക് വേണ്ട പിടിച്ചിട സാധനം. ഇലക്ഷൻ ഡ്യൂട്ടി റോഡിൽ ബ്ലോക്ക് ചെയ്ത് തിരിച്ചു പോയിക്കോ. ഇവിടെ നാളെ ഇലക്ഷനാണ്. നാളെ ഇവിടെ ഇലക്ഷൻ. നാട് പോലെയല്ല, സമാധാനപരമായ ഇലക്ഷൻ. നമ്മളിങ്ങനെ നടക്കുക. ഈ ഒറ്റ റോഡുണ്ട്, 20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളാം.
ബുദ്ധിമുട്ട്